സംസ്ഥാന കലോത്സവം സ്വർണ്ണക്കപ്പ് ജേതാക്കളായ കണ്ണൂരിന് സ്വീകരണവും സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള ഘോഷയാത്രയും നടക്കുകയാണ്. കപ്പുമായി വിദ്യാർത്ഥികൾ കണ്ണൂരിലെത്തിയത് ആഘോഷമാക്കുകയാണ്. കണ്ണൂർ ബിജേഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. ബിജേഷ്, എത്ര വലിയ ആഘോഷമാണ്, ഉത്സവമാണ് കണ്ണൂരിൽ നടക്കുന്നത്? ധന്യ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കളായ കണ്ണൂർ ടീമിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ അതിർത്തിയായ മാഹി പാലത്തിന് സമീപത്ത് വെച്ച് ആണ് ടീമിനെ കണ്ണൂർ ജില്ലയിലേക്ക് ആനയിക്കുക. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാം, വലിയ ഘോഷയാത്രയായിട്ടാണ് ഇനി കണ്ണൂരിലേക്ക് ഈ കുട്ടികളെ, ജേതാക്കളെ ആനയിച്ചു കൊണ്ടുപോവുക. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ സ്വീകരണ പരിപാടികൾ, വളരെ വിശദമായ തരത്തിലുള്ള സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്, എപ്പോഴേക്കാണ് നമ്മുടെ ടീം ഇവിടെ എത്തുന്നത്? വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. കണ്ണൂർ ജില്ല 1028 പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ഈ സ്വർണ്ണക്കപ്പ് വരവേൽക്കുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ജില്ലയിലെ വിദ്യാർത്ഥികളും അതുപോലെ പൊതുസമൂഹവും നോക്കിക്കാണുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലാണ് ഇവിടെ മാഹി പാലത്ത്, ജില്ലാതിർത്തിയായിട്ടുള്ള മാഹി പാലത്തു നിന്നും സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഇതിനുശേഷം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ഗംഭീരമായിട്ടുള്ള സ്വീകരണ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടന്നു പോകുന്ന വഴികളിലെല്ലാം വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് കണ്ണൂർ ജില്ല ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കുന്നത്. വലിയ ആവേശം തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ കാണാം, വലിയ തരത്തിൽ കുട്ടികൾ അണിനിരക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരും ധാരാളമായി ഇവിടെ എത്തിയിട്ടുണ്ട്. 2 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. 2 മണിയോട് കൂടി ടീം ഈ മാഹി പാലത്തിനടുത്ത് എത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് വൈകി 2:15 കൂടി തന്നെ ടീം ഇവിടെ എത്തും. ഇവിടെ വെച്ച പല സ്ഥലങ്ങളിലായിട്ട്, അതായത് തലശ്ശേരി, ധർമ്മടം, അതുപോലെ തന്നെ എടക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലെ സ്വീകരണം കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോട് കൂടി കണ്ണൂർ ടൗണിൽ വിപുലമായ സ്വീകരണ പരിപാടി നടക്കുന്നുണ്ട്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാകും ഈ സ്വീകരണ പരിപാടിയിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുക. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയും സ്വീകരിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കപ്പ് വഹിച്ചുകൊണ്ടുള്ള കണ്ണൂർ ജില്ലാ ടീം അല്പസമയങ്ങൾക്കകം മാഹി പാലത്തിന് സമീപത്തെത്തും. ഇതാണ് ജില്ലാ അതിർത്തിയായിട്ടുള്ള സ്ഥലം. ഇവിടെ വെച്ചാകും ജേതാക്കളെ കണ്ണൂരിലേക്ക് ആനയിച്ചുകൊണ്ടുള്ള പരിപാടി നടക്കുക. നമുക്കറിയാം, 6ാമത് തവണയാണ് കണ്ണൂർ ജില്ല സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളാകുന്നത്. അതിൻ്റെ ആഘോഷം വലിയ തരത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനമുള്ളത്. അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ മാഹി പാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി.